കൂട്ടർ നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നോക്കുക. 94, 36, 18 3 നമ്പർ തന്നിട്ടുള്ളൂ കേട്ടോ. 94, 36, 18. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇവിടെ ഒരു by2 ഉണ്ട്. ഇവിടെ by2 by3 അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതല്ല. ഇനി വേണമെങ്കിൽ ഇതിനെ 6ൻ്റെ സ്ക്വയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 9 × 4 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 6 × 6 എന്ന് വിളിക്കാം. ഇതിന് വേണമെങ്കിൽ 25 - 7 എന്ന് എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ 9 × 2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ 6 × 3 എന്ന് എടുക്കാം. ഇനി ഇതിനെയോ 96, ഇതിനെ വേണമെങ്കിൽ നമുക്ക് 100 - 6 എന്ന് വിളിക്കാം. 97/2 ചെയ്ത് കഴിഞ്ഞാൽ 45, 46, 47 × 2 എന്ന് വിളിക്കാം. നോക്കി, എന്തെങ്കിലും ടെക്നിക്ക് വരുന്നുണ്ടോ ഇവിടെ നിന്ന്? ഇല്ല. അപ്പോൾ ഇതുമല്ല. ഡിഫറൻസ് എടുത്ത് നോക്കി. 36, 36 18 കുറയ്ക്കുമ്പോൾ 18 കിട്ടും. 97 36 36-നോട് 8 കൂട്ടിയാൽ 47, പിന്നെ ഒരു 5 -58 -18. ഇവിടെ വ്യത്യാസം 40. ഈ രണ്ട് വ്യത്യാസവും അല്ലെങ്കിൽ ഒറ്റ ഡബിൾ ഡിഫറൻസ് വെച്ച് നമുക്ക് ഡിഫറൻസിൻ്റെ ലോജിക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ഇതിനകത്ത് വരത്തില്ല. ഇത് വേറെന്തോ വള്ളിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയത്തില്ല, ഈ 94-നെ 9 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 36 കിട്ടും. കണ്ടോ? ഈ 36-നെ 6 3 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. കണ്ടോ? അപ്പോൾ അടുത്ത ടൈം എന്ന് പറയുന്നത് 1 × 8, അതായത് 8 ആയിരിക്കും. ഓക്കെ, അടുത്തത് നോക്ക്. 28, 32, 23, 39, 14. 28, 32, 23, 39, 14. നമ്പർ അത്യാവശ്യം അടുത്തടുത്തല്ലേ കിടക്കുന്നത്, അവിടെ നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 28-ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 32. ഇനി 32-ൽ നിന്ന് 9 കുറച്ചാൽ 23 കിട്ടും. ഇനി 23-ൻ്റെ കൂടെ 16 കൂട്ടിയാൽ 39 കിട്ടും. 39-ൽ നിന്ന് 2 5, 25 കുറച്ചാൽ 14 കിട്ടും. അപ്പോൾ നോക്കി, ഇത് 2-ൻ്റെ സ്ക്വയർ, 3-ൻ്റെ സ്ക്വയർ, 4-ൻ്റെ സ്ക്വയർ, 5-ൻ്റെ സ്ക്വയർ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ അടുത്ത പ്ലസ് ആയിരിക്കും. 4 5, അടുത്തത് 6-ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്രയാണ്? 36. 36 14 കൂടെ കൂട്ടിയാൽ 40, 50 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 214, 216, 217, 224, 226. 14, 16, 17, 24, 26. ഓക്കെ, നമ്പർ അത്യാവശ്യം അടുത്തടുത്തല്ലേ കിടക്കുന്നത്, വ്യത്യാസം എടുത്ത് നോക്കുക. 214-ലൂടെ 2 കൂട്ടി 216, പിന്നെ 1 കൂട്ടി 217, പിന്നെ 7 കൂട്ടി 224. ഇനി 224-ൻ്റെ കൂടെ 2 കൂട്ടിയ 226. ഓക്കെ, 2 1 7 2. ഇതിൻ്റെ കൂടെ 1 കുറച്ചാൽ 1, പിന്നെ ഇതിൻ്റെ കൂടെ 6 കൂട്ടിയ 7, 7-ൽ നിന്ന് 5 കുറച്ചാൽ 2. ഒന്നോടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ +7, ഇവിടെ -11. കണ്ടോ? ഇവിടെ 3 ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ടെക്നിക്കൊന്നും കിട്ടിയില്ല. പിന്നെ നമ്പേഴ്സ് ഇത്ര അടുത്ത കിടക്കുന്നതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ, ക്യൂബ് അങ്ങനത്തെ സംഭവം ഇത് വരത്തില്ല, അതും നമുക്കറിയാം. ഇനി ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ 2 ഉണ്ട്. ഇവിടുത്തെ ആദ്യത്തെ ടേമാണ് 2. ഇവിടെ 1 ഉണ്ട്. ഇവിടുത്തെ രണ്ടാമത്തെ ടേമാണ് 1. ഇവിടെ 7 ഉണ്ട്. ഇവിടുത്തെ മൂന്നാമത്തെ ടേമാണ് 7. ഇനി ഇവിടെ 2 ഉണ്ട്. ആദ്യത്തെ ടേം 2. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അടുത്തതിൻ്റെ രണ്ടാമത്തെ ടൈം ആയിരിക്കണം. ഈ ഒരു പാറ്റേണിലാണ് പോകുന്നെങ്കിൽ. അപ്പോൾ അടുത്തതിൻ്റെ രണ്ടാമത്തെ ടൈം 2 അല്ലേ, പിന്നോട് 2 കൂട്ടി 228 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻസ് നോക്കി നമുക്ക് കൺഫേം ചെയ്യാമായിരുന്നു. അടുത്തത് 18, 26, 38, 62, 74. 18, 26, 38, 62, 74. നമ്പേഴ്സ് കൂടുന്നുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് കൂടുന്നില്ല. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 18-ൻ്റെ കൂടെ 8 കൂട്ടി 26, 26-ൻ്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 38, 38-ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 42, പിന്നെ 20 കൂടെ മതി. പിന്നെ 62-ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 64, പിന്നെ ഒരു 10 കൂടെ മതി. 8 12 24 12, 12 ഇരട്ടി 24, 24-ൻ്റെ പകുതി 12. 8-ൻ്റെ കൂടെ 8-ൻ്റെ പകുതി കൂട്ടിക്കഴിഞ്ഞാൽ 12. അവിടെയും പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. വേണമെങ്കിൽ ഒന്നൊരു ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ 4, ഇവിടെ +12, ഇവിടെ -12. കേട്ടോ? അപ്പോൾ ഇതുമല്ല. ഇനി ഇവിടെ നമ്മുടെ അഡീഷൻ സീരീസിൻ്റെ എല്ലാം വരുന്നുണ്ടോ നോക്കി. അഡീഷൻ സീരീസ് 1 തൊട്ട് കൂട്ടി പോകുന്ന ടൈംസ് ആണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്പേഴ്സ് ഇരട്ടിച്ച് വരും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ വരത്തില്ല. അപ്പോൾ നോക്ക്, 26 18 ആയി. 18-ൻ്റെ കൂടെ 8 കൂട്ടി കഴിഞ്ഞാൽ 26 കിട്ടും. ഇനി 26-ഉം 18-ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 30 44, 44-ൽ നിന്ന് 6 കുറച്ചാൽ 38 കിട്ടും. 38 26 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 50 64, 64-ൽ നിന്ന് 2 കുറച്ച് നമുക്ക് 62 കിട്ടും. 62 38 കൂട്ടി കഴിഞ്ഞാൽ 90 100, 100-ൽ നിന്ന് 26 കുറച്ചാൽ നമുക്ക് 74 കിട്ടും. അപ്പോൾ നോക്കി,
ഇവിടെയും പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട സംഭവങ്ങളൊന്നും ഇതിൽ വരത്തില്ല. പക്ഷേ നമ്പേഴ്സ് ഇത്ര അടുപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് ഈ ഡിഫറൻസിൻ്റെ സംഭവം വരുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയത്തില്ല, 18ൻ്റെ 8 ഒന്നും കൂടെ ഗുണിച്ചാൽ നമുക്ക് 8 കിട്ടും. 26ൻ്റെ 2 6 കൂടെ ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടും. 38ൻ്റെ 8 3 ഗുണിച്ചാൽ 24 കിട്ടും. 62ൻ്റെ 6 2 ഗുണിച്ചാൽ 12 കിട്ടും. അപ്പോൾ 74ൻ്റെ 7 4 ഗുണിച്ചാൽ 28. 74 28 കൂട്ടി കഴിഞ്ഞാൽ 90 102 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 2 10 30 68. 2 10 30 68. ഇത് കാണുന്നുണ്ടല്ലോ, ഇത് 64 + 4, ഇത് 27 + 3, ഇത് 8 + 2, ഇത് 1 + 1. അതായത് 1 ക്യൂബ് + 1, 2 ക്യൂബ് + 2, ഇത് 3 ക്യൂബ് + 3, ഇത് 4 ക്യൂബ് + 4. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 5 ക്യൂബ് + 5 ആയിരിക്കും. അതായത് 125 5 കൂട്ടിയ 130 കിട്ടും. ഓക്കെ, അടുത്തത് 34 42 45 46 48 54. ഓക്കെ, നമ്പേഴ്സ് അത്യാവശ്യം അടുത്തടുത്ത് കിടക്കുന്നത്. പിന്നെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ 2 സീരീസ് വരാം, ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കിടക്കുന്ന വരാം. നമുക്ക് എന്തായാലും വ്യത്യാസം എടുത്ത് നോക്കാം. 34 34ൻ്റെ കൂടെ 8 കൂട്ടിയ 42, 42 3 45, 45ൻ്റെ 1 കൂട്ടിയ 46, 46 2 48, 48ൻ്റെ കൂടെ 6 കൂട്ടിയ 54. ഒന്നുകൂടെ വ്യത്യാസം എടുത്ത് നോക്കി. 8ൽ നിന്ന് 5 കുറച്ചാൽ 3, 3ൽ നിന്ന് 2 കുറച്ചാൽ 1, 1ൻ്റെ കൂടെ 1 കൂട്ടിയ 2, 2ൻ്റെ കൂടെ 4 കൂട്ടിയ 6. ഒന്നുകൂടെ വ്യത്യാസം എടുത്ത് ഇവിടെ -5ൻ്റെ കൂടെ 3 കൂട്ടിയാൽ -2, -2 1 ആവണമെങ്കിൽ അവിടെ 3 കൂട്ടണം, 1 4 ആവണമെങ്കിൽ അവിടെ 3 കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും +3. ഇപ്പോൾ 4 3 7, 7 6 കൂട്ടിക്കഴിഞ്ഞാൽ 13, 57 13 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 60 67 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 36 19 21 45 184. 36 കുറഞ്ഞ് 19 ആയി, പിന്നെ കൂടി 21 കൂടി 45 കൂടി 184. അപ്പോൾ കുറഞ്ഞിട്ട് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫ്രാക്ഷൻ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 1/2 + 1 ആണ്. 36 18, എന്നോട് 1 കൂട്ടിയ 19. ഇത് ഇൻറ്റു 1 + 2 ആണ്. 19 2 കൂട്ടി 21. ഇത് ഇൻറ്റു 2, അപ്പോൾ 42 കിട്ടും. ഇൻറ്റു 2 + 3 ഇൻറ്റു 1/2 + 1, 1 + 2 ഇൻറ്റു 2 + 3. അപ്പോൾ നോക്കി 1/2, അതിൻ്റെ ഇരട്ടി 1, അതിൻ്റെ ഇരട്ടി 2, അപ്പോൾ അതിൻ്റെ ഇരട്ടി 4, 1 2 3, അപ്പോൾ അടുത്ത 4. അപ്പോൾ 45 × 4 + 4 ആണോ 184 നോക്കി. 45 × 4 ചെയ്ത് കഴിഞ്ഞാൽ 160 20 180, അതിനോട് 4 കൂട്ടിയ 184 അല്ലേ. അപ്പോൾ അടുത്തെന്തായിരിക്കും? അര 1 2 അതിൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, അപ്പോൾ ഇൻറ്റു 8 + 5 ആയിരിക്കും. അത് ചെയ്യുക. ഓക്കെ, അടുത്തത് നോക്കുക. 5 6 13 29 48. 5 6 13 29 48. നമ്പർ കൂടുന്നുണ്ട്, പക്ഷേ കണ്ടമാനമൊന്നും കൂടുന്നില്ല. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 5 1 6, 6 7 13, 13 16 19, 29 9 38, പിന്നെ 10 കൂടെ 1 7 16 19, 1 7 16 19. ഒന്നാം ഡിഫറൻസ് എടുത്ത് നോക്കി. അപ്പോൾ 1 6 7, 7 9 16, 16 3 19, 6 9 ആയി, 9 3 ആയി. 6 × 3/2 ചെയ്ത് കഴിഞ്ഞാൽ 9, 9 × 1/3 ചെയ്ത് കഴിഞ്ഞാൽ 3. കേട്ടോ, ഇവിടെ ടെക്നിക്കുകളൊന്നുമില്ല. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 29 29 2 ചെയ്താൽ 58, 58 10 കുറച്ചാൽ 48. 13ൻ്റെ ഇരട്ടി എടുത്തെങ്കിൽ 26, അതിനോട് 3 കൂട്ടി 29. ഇനി 6ൻ്റെ ഇരട്ടി എടുത്താൽ 12, 1 കൂട്ടിയാൽ 13. 5ൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 10, 4 കുറച്ചാൽ 6, -6 +1 +3 -10. ഇവിടെ +5, ഇവിടെ +2, ഇവിടെ +13. ഒന്നുമില്ല. ഇനി സ്ക്വയറുകളുടെ അടുത്തുള്ളതാണോ നോക്കി. ഇതിന് വേണമെങ്കിൽ 49 -1 എന്ന് എഴുതാം, അതായത് 7² -1. ഇതിനാണെങ്കിൽ 5² + 4 എന്ന് എഴുതാം. ഇതിനാണെങ്കിൽ 4² - 3 എന്ന് എഴുതാം. ഇതിൻ്റെ 3² - 3 എന്ന് എഴുതാം. പിന്നെ 2² + 1 എന്ന് എഴുതാം. 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ. ഇതിന് വേണമെങ്കിൽ 6ൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ 36, 6ൻ്റെ സ്ക്വയർ +12 വരും. അപ്പോൾ നോക്കി കേട്ടോ, ഒരു ബന്ധമില്ലാത്ത പോലെ കിടക്കുന്നത്. ഇനി നമുക്ക് അഡീഷൻ സീരീസ് ആണോ എന്ന് നോക്കാം. 5 6 13 29 48. അഡീഷൻ സീരീസിൽ 1 തൊട്ട് കൂടി പോകുന്ന സീരീസ് ആണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്പേഴ്സ് ഇരട്ടിച്ച് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നല്ലോ. അപ്പോൾ 1 തൊട്ട് കൂടുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഇനി നോക്കി 5, 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. ഇനി
6ഉം 5ഉം കൂട്ടി 6ഉം 5ഉം കൂട്ടിയാൽ 11. 6ഉം 5ഉം 11. അതിൻ്റെ കൂടെ ഒരു 2ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 13 കിട്ടും. ഓക്കെ, ഇനി 13ൻ്റെ കൂടെ 6 കൂട്ടി, അപ്പോൾ എത്രയായി? 19 ആയി. പിന്നെ ഒരു 10ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 29 കിട്ടും. ഓക്കെ, ഇനി 29ഉം 13ഉം കൂടെ കൂട്ടി, അപ്പോൾ എത്ര കിട്ടും? 30, 42 എന്ന് വരും. അതിൻ്റെ കൂടെ ഒരു 6ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 48 കിട്ടും. ശരിയല്ലേ? 5 കൂടെ 1 കൂട്ടി 6, 6ഉം 5ഉം കൂടെ കൂട്ടി അതിനോട് 2ഉം കൂടെ കൂട്ടിയപ്പോൾ 13 കിട്ടി. 29 കിട്ടാനായിട്ട് 13ഉം 6ഉം കൂടെ കൂട്ടി, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 10ഉം കൂടെ കൂട്ടി. 48 കിട്ടാനായിട്ട് 29ഉം 13ഉം കൂട്ടി അതിൻ്റെ കൂടെ 6ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 48 കിട്ടുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 6ഉം 5ഉം കൂട്ടിയപ്പോൾ 11. പിന്നെ നമ്മൾ 2ഉം കൂടെ കൂട്ടിയപ്പോഴാണ് 13 കിട്ടി. ഈ 1ൻ്റെ സമ്മാണ് ഈ കിടക്കുന്നത് 2. ഇനി 13ഉം 6ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 19 കിട്ടി. അതിൻ്റെ കൂടെ ഒരു 10ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 29 കിട്ടിയത്. അപ്പോൾ നോക്കി, ഈ 9ൻ്റെ 1ൻ്റെ സമ്മാണ് ഈ കിടക്കുന്നത് 10. അതിലിവിടെ 29 13 കൂടെ 42. 42 4 2 കൂട്ടി 6. ഇതിനോട് 6ഉം കൂടെ കൂട്ടുമ്പോൾ അടുത്ത ടൈം 48 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടൈം എന്തായിരിക്കും? 48ഉം അതിന് തൊട്ട് മുമ്പത്തെ 29 കൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 6 7 77 എന്ന് വരും. ഈ 77ൻ്റെ കൂടെ 7ഉം 7ഉം കൂടെ കൂട്ടുക, അപ്പോൾ 14. ഇതായിരിക്കും അടുത്ത ടൈം. 77ഉം 14ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 87 87 4ഉം 91 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായോ? അടുത്തത് 22 19.7 24.3 17.4. 22 19.7 24.1 17.4. അടുത്തടുത്ത് കിടക്കുന്നത് നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 22 19.7ൻ്റെ കൂടെ 0.3 കൂട്ടി 20ആയി, പിന്നെ 2ഉം കൂടെ. ഇനി 19.7 കൂടി 24.3 ആവും. ഇവിടെ മൈനസ് ആണേ, അപ്പോൾ ഇവിടെ ഒരു 0.6, അപ്പോൾ അത് 20.3 ആവും, പിന്നെ ഒരു 4ഉം കൂടെ. ഇനി 27 കുറഞ്ഞ് 17ആയി, അപ്പോൾ മൈനസ്. 0.3 കുറഞ്ഞ് 0.4 ആണെങ്കിൽ 0.9 കുറയ്ക്കണം, അപ്പോൾ ഇത് 23.4 ആവും. 23.4 17.4 ആണെങ്കിൽ അതിൽ നിന്നൊരു 6 കുറയ്ക്കണം. ഇപ്പോൾ നോക്കി, 2.3 4.6 6.9. 2.3 വെച്ച് കൂടിക്കൊണ്ടിരിക്കുക, സൈൻ മാറ്റി ഇടുക. മൈനസ് പ്ലസ് ആ മൈനസ്, അടുത്ത പ്ലസ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ 2.3 കൂട്ടുക, ഇപ്പോൾ എത്ര കിട്ടും? 2.3 കൂട്ടിക്കഴിഞ്ഞാൽ 8 9.2 എന്ന് കിട്ടും. ഇതിനോട് 9.2 കൂട്ടുക, അപ്പോൾ 17 9 26 26.6 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 21 37 40.2 88.2 94.6. 21 37ആയി, 37 40ആയി, 40 80ആയി, മേ ബി ഇൻറ്റു 2 88 94ആയി. ബാക്കി എല്ലായിടത്തും നമ്പേഴ്സും അത്യാവശ്യം അടുത്തെടുത്താൽ, ഇവിടെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ വരത്തില്ല. നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 21ൻ്റെ കൂടെ 16 കൂട്ടിയാൽ 37, 37ൻ്റെ കൂടെ 0.2 കൂട്ടി കഴിഞ്ഞാൽ 37.2, പിന്നെ 3ഉം കൂടെ. ഇനി ഇവിടെ 40.2 88.2 ആയി, അപ്പോൾ ഇവിടെ 48. ഓക്കെ, ഇത് 16ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് പോകുന്നത്. 16 × 1 ഇത് 16 × 2 എന്നിട്ടൊരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത് 16 × 3. ഇവിടെയോ 0.2, അത് 0.6 ആയി, അപ്പോൾ 0.4. ഇനി 88 97ആയി, 88ൻ്റെ കൂടെ 6 കൂട്ടുക. നോക്കി, ഇത് 16 × 4 ആണ്, അപ്പോൾ 16ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക, കൂട്ടി പോവുക, എന്നിട്ട് ഇടവിട്ടുള്ളതിന് ഒരു ഡെസിമൽ ഇടുക, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത 16 × 5 ആയിരിക്കും, ഡെസിമൽ ഇടാൻ പാടില്ല. 16 5 ചെയ്താൽ 50 30 80. ഇതിനോട് 80 കൂട്ടി കഴിഞ്ഞാൽ 174. ഓക്കെ, അപ്പോൾ 174.6 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി അടുത്ത വീഡിയോയിൽ.